നിഷേധിക്കാൻ കഴിയോ? എന്നാ അത് കേട്ടോ നിങ്ങൾ. ഒന്ന്, ഈ പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ മുജാഹിദിന്റെ മൗലവി തന്നെയാണ് വിശദീകരിക്കുന്നത്. ഒന്ന് അതിന് ശേഷം വിശദീകരിക്കുന്നത് ഈ ജമീല ടീച്ചറാണ്. രണ്ടും ഒന്ന് ഒരു മുജാഹിദാണ്, ഒന്ന് മറ്റേ മുജാഹിദാണ്. അതാ ചങ്ങാതി. പ്രശ്നം ജിന്നി കയറിയതാണെന്ന് കണ്ടെത്തുന്നു. 17-കാരിയായ പെൺകുട്ടിയെ ജമാലിന്റെ ചെറുവാടിയിലുള്ള ജിന്ന് ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കുന്നു. തുടർന്ന് ജിന്നിറക്കലും അടിക്കലും തൊഴിക്കലുമായി നടന്ന സംഭവങ്ങൾ പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ കൂടിയായ എ അബ്ദുൽ അസീസ് മദനി വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എൻ്റെ ജ്യേഷ്ഠന്റെ മകൾ, അവളെ മുണ്ടേങ്കര നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നൌഷാദ് അവളെ സംബന്ധിച്ച് പല പ്രചരണങ്ങളും നടത്തി. ഏറ്റവും പ്രധാനമായി അവൻ ആരോപിച്ചത് ഭർത്താവിനെ അവൾ അനുസരിക്കുന്നില്ല, അവൾക്ക് മാനസികമായ അസുഖമുണ്ട് എന്നതായിരുന്നു. അങ്ങനെ ആദ്യം ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞത് അവൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമല്ല, പക്വത എത്തിയിട്ടില്ല, അത് പ്രശ്നമാക്കണ്ട എന്നും പറഞ്ഞ് വിട്ടു. വീണ്ടും ഒരു ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടറും അതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. പിന്നീട് കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ജമാൽ ചെറുവാടിയുടെ വീട്ടിലേക്ക് ഇവളെ കൊണ്ടുപോയി. ആ സമയത്ത് അവളുടെ ഉമ്മയും അവളുടെ ഉപ്പയും കാറിൽ കയറി. അപ്പൊ ഈ ഭർത്താവ് അവരോട് കുറെ നിങ്ങൾ പോരേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവർ കാറിൽ കയറി പോയി. അങ്ങനെ ജമാൽ ചെറുവാടിയുടെ ആ വീടിൽ എത്തി. അവരെത്തിയ ഉടനെ ഉമ്മയെ കിച്ചണിലേക്ക് പറഞ്ഞയച്ചു. അവളുടെ ഉപ്പയെ പുറത്ത് നിർത്തുകയും ചെയ്തു. എന്നിട്ട് ഈ ജമാൽ ചെറുവാടിയും അതുപോലെ ഇവളുടെ ഭർത്താവും ഇവളും മാത്രം ആ റൂമിൽ കതവ് കൊട്ടിയടച്ചു. എന്നിട്ട് കുറെ അടിച്ചു. ഇവിടെ 2 സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ 2 സംഭവങ്ങളുടെയും മുന്നിൽ എടവണ്ണ ജമീല ടീച്ചർ തന്നെ എന്തു പറയണമെന്ന് സൂചിപ്പിക്കുകയാണ്. ചെറുവാടി ചെന്ന് വീട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ വീട് തന്നെയാണ്. ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവര് ബെഡ്റൂമിൽ ഒരു ഭർത്താവും ഈ കുട്ടിനെയും ഇയാളും ചെയ്യുന്ന പറഞ്ഞ ഒരാള് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞത് ശരിയല്ല. അയാള് വീട്ടിൽ കൊണ്ട് ഇയാളെ വായിലടിച്ചിട്ട് ഈ കുട്ടീനോട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഭർത്താവ് പൊക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ കുട്ടികളൊക്കെ നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ് ഈ വിഷയമൊക്കെ. സംഗതി കേട്ടപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരാൾ പറഞ്ഞ് വിശ്വസിക്കാൻ ഭർത്താവ് കൈ ഇങ്ങനെ വെച്ച് വിരലെടുക്കാൻ പറഞ്ഞു. ഈ ചികിത്സിക്കുന്ന ആള് ഈ കുട്ടിന്റെ കാലിന്റെ തുടക്കും കയ്യിനും തുടക്കും കയ്യും. സാധാരണ സുന്നി മൂലയാക്കന്മാര് ചൂരലോണ്ട് അടുക്കുള്ളൂ, ഒരു അന്യസ്ത്രീയെ സ്പർശിക്കൂല. ഇത് ശരിക്കും സ്പർശിച്ചുകൊണ്ടാണ് അടിച്ചത്. അടിച്ച് ഈ കുട്ടീന്റെ ഭയങ്കരമായ കരച്ചിൽ കേട്ടപ്പോ ഈ കുട്ടിന്റെ ഒപ്പം ഒരു പച്ച പാവം മനുഷ്യനാണ്. കാലിന് ആദ്യ സ്വാധീനമില്ലാത്ത ഒരാള്, പിന്നെ ഒരു അപസ്മാര രോഗിക്ക് പിന്നെ പറയാനൊന്നുള്ള ഒരു തന്റെ ഇടമില്ല. ഇയാളവിടെ സിറ്റൗട്ടില് തലമിഞ്ഞ് വീണ് തന്നെ ഭാര്യ അടുക്കളയിൽ വീണ്. ആയാലും കുറച്ച് തകരാറും വേണ്ടി ഇപ്പൊ എന്റെ അടുത്തുണ്ട്. ഒരു കരച്ചിൽ കേൾക്കുമ്പോ അവർക്ക് വാതിൽ ചവിട്ടി തുറപ്പിച്ചാൽ മതിയായിരുന്നു. അവരൊന്നെ നിന്ന് കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോ ഈ കുട്ടിയുടെ ശരീരം ആകെ പാടങ്ങനെ പാടുകള്. കുട്ടിക്ക് ശരിക്കും എഴുന്നേക്കാൻ തന്നെ കഴിയില്ല. വാഹനത്തിൽ ഇനി അയാളെ വിശദീകരണം ഒന്ന് കേട്ടോളികൾ. ആരെ ഒരു വീടല്ലോ അയാള് അതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞു അറിയോ? ഞാൻ ഒരു കൗൺസിലർ ആയതുകൊണ്ട് അന്നേരം നടന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ പറയാൻ പറ്റൂല. അതെന്ന് വെച്ചോടുത്ത ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫാമിലി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിവരുന്ന കാര്യങ്ങൾ ഒട്ടേറെ ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടാകുന്ന, മനസമാധാനം കിട്ടുന്ന, കുടുംബബന്ധം ചേർക്കുന്ന ഒരവസ്ഥ. അതിന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്
അത്തരം പ്രവർത്തനത്തിൽ മുഴുകാറുള്ളത്. ഇതും പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. എന്റെ വീട്ടിലേക്ക് വന്നു എന്റെ പേരിൽ ആരോപണം പറഞ്ഞ് നടത്തിയ കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ യഥാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതും ഒരു VC തന്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ VC തന്ത്രം എന്നറിയോ? അവർ ഒരു കൗൺസിലിംഗിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നാളെ ഞാൻ ഒരു കൗൺസിലർ അല്ല. അതൊന്ന് പുറത്തു ഇവർക്ക് പറയാൻ പറ്റില്ല. പിന്നെ കൗൺസിലർ അല്ലാതെ ഇപ്പൊ അതിന് കൗൺസിലറാകാൻ ഇയാൾക്ക് വല്ല യോഗ്യതയുണ്ടോ? അത് മറ്റേ മൗലവി എന്ന് പറയട്ടെ മോനെ. ഇപ്പൊ മൂപ്പർ എന്താ പ്രസംഗിച്ചത്? ഞാൻ കൗൺസിലിംഗ് ആണ് നടത്തിയത് എന്ന്. നോക്കൂ, എനിക്ക് നന്നായിട്ട് അറിയാം ജമാൽ ചെറുപാടിയെ കണ്ണൂക്കി അറിഞ്ഞാളാ. കൗൺസിലിംഗ് നടത്താറുണ്ട് മനുഷ്യന്മാര്. കൗൺസിലിംഗ് നടത്താൻ അതിനു വേണ്ട വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉണ്ട്. ജമാൽ ചെറുപാടിക്ക് എന്ത് യോഗ്യതയുള്ളത്? മാത്രമല്ല, കൗൺസിലിംഗ് നടക്കുന്നിടത്ത് അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു കൂട്ടരെ? അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു എന്ന് വിശദീകരിച്ചാൽ തർക്കമില്ല. ജമാൽ ചെറുപാടിക്ക് അറിയാം കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യം, ഒരു കൗൺസിലർ നടത്തുന്ന കാര്യമൊക്കെ പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ യഥാർത്ഥ കൗൺസിലറുള്ള സുഹൃത്തുക്കളെന്ന്. നല്ല കുടുംബ ബന്ധം ചേർത്തല. മുണ്ടാങ്ങരത്തെ പെൺകുട്ടിയും പുരുഷനും എന്താ നടക്കുന്നത്? 2 വിവാഹമോചനം നടന്നു. കുടുംബ ബന്ധം ചേർത്താനാണ് അത്ര കൗൺസിലിംഗ് നടത്തിയത്. വിവാഹമോചിതരായി ആ പെൺകുട്ടി വീട്ടിലിരിക്കുന്നു, മുടക്കാച്ചരക്കായി. മറ്റോനോ ഓനും പെണ്ണിട്ടുന്നില്ല. ഓന് പെണ്ണും കിട്ടുന്നില്ല, ഇവള് മുടക്കാച്ചരക്കുമായി. ഇതാ വിവാഹബന്ധം റെഡിയാക്കല് കൗൺസിലിംഗ് നടത്തിയിട്ട്. മുജാഹിദിന്റെ നേതാവല്ലേ ഇത് ചെയ്തത്? ഇവിടെ സമുദായം മനസ്സിലാക്കണത്.